ഇപ്പോൾ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം അക്രമാസക്തമായി തുടരുന്ന കാഴ്ചകളും വിവരങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി കോൺഗ്രസ് സമരക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. പോലീസിന് നേരെ കുപ്പിയും വടിയും ഒക്കെ വലിച്ചെറിയുന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ പ്രകോപിപ്പിച്ചും സംഘർഷമുണ്ടാക്കിയും ആ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പോലീസ് ഇപ്പോൾ നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. കമലേഷ് ചേരുന്നു. കമലേഷ്, പോലീസിന് നേർക്ക് കല്ലേറുമുണ്ടായി എന്ന വിവരം വരുന്നുണ്ടല്ലോ. പോലീസ് തടഞ്ഞിട്ടുണ്ട്. ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് പ്രവർത്തകർ സമീപിച്ച ഉടൻ തന്നെ ഈ കൊടി കെട്ടിയ വടികളും കുപ്പികളും ഒക്കെ പോലീസിന് നേർക്ക് എറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 7ാമത്തെ തവണയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. അതോടൊപ്പം കല്ല് ഉൾപ്പെടെയുള്ള കല്ലുകൾ കണ്ടതുപോലെ തന്നെ, അതായത് ഈ വിഷയം ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്യുന്നതിന് പകരം ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി ആളിക്കത്തിക്കുന്നതിന് വേണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കരുതിക്കൂട്ടിയുള്ള ഒരു മാർച്ച് എന്നുള്ള നിലയിൽ തന്നെ ഇതിനെ കാണേണ്ടി വരും. തുടക്കം തൊട്ട് ഒരു അക്രമം നടത്തുന്ന നിലയിലേക്കുള്ള ഒരു രീതിയിലേക്കാണ് മാർച്ച് പോകുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും നിരവധിയായ വിഷയങ്ങൾ, അതായത് ശബരിമല വിഷയം ഉൾപ്പെടെ ഉന്നയിച്ച് നിരവധിയായ വിഷയങ്ങൾ ഉന്നയിച്ചാണ് ഈ മാർച്ച് നടത്തുന്നത്. ഇതിൽ ഒരു തരത്തിൽ, അതായത് ഈ നിലവിലിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ശബരിമല വിഷയത്തിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ വിഷയം സജീവമാക്കി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു അക്രമ സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് നീങ്ങുന്നത് എന്നുള്ളതാണ്. നിരവധിയായ മാർച്ചുകൾ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാർച്ച് വന്ന ഘട്ടത്തിൽ തന്നെ പ്രവർത്തകർ ഓടി അടുത്തുകൊണ്ട് ഈ കൊടികെട്ട വടിയും ഉൾപ്പെടെ ഉപയോഗിച്ച് പോലീസിന് നേർക്ക് എറിയുകയും പോലീസിനെ അടിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങളിൽ അക്കാര്യങ്ങൾ നമുക്ക് കാണാനും കഴിയും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കൊടികെട്ടിയ വടി, അതുപോലെ തന്നെ കുപ്പി, ഏറ്റവും ഒടുവിലാണ് റോഡിലുള്ള കല്ല് ഉൾപ്പെടെ പോലീസിന് നേർക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ. ഏതായാലും ഈ സമരത്തിൻ്റെ പേരിൽ ഒരു സംഘർഷാവസ്ഥ നിലനിർത്തുക എന്നുള്ള പരിശ്രമം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത്, അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ച്, പോലീസിന് നേരെ കല്ലേറ്, അതുപോലെ കൊടികെട്ടാൻ ഉപയോഗിച്ച വടി പോലീസിന് നേരെ എറിയുക, ബാരിക്കേഡിൻ്റെ ഇപ്പുറത്തു നിന്ന് അപ്പുറത്തേക്ക് എറിയുക, അതുപോലെ കുപ്പികൾ വലിച്ചെറിയുക, ഇങ്ങനെ പല അഭ്യാസങ്ങളും നടത്താൻ നടത്തുന്നു. ജലപീരങ്കി ഉപയോഗിച്ച് പോലീസ് വളരെ നിഷ്പ്രയാസം തന്നെ ഈ സമരക്കാരെ നേരിടുകയും ചെയ്യുന്നു. ആ നിലയിൽ മുദ്രാവാക്യം വിളികളുമൊക്കെയായി അങ്ങനെ നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഏറ്റവും രസകരമായ കാര്യം, ഇന്ന് നിയമസഭ ആരംഭിച്ച ഘട്ടത്തിൽ ഈ വിഷയത്തിൽ സഭാ നടപടികളിലെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്നുള്ളത് അടിയന്തര പ്രമേയമാണ്. ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാൻ തയ്യാറാകാതെ ഈ വിഷയത്തെ ഒരു വിവാദ വിഷയം അല്ലെങ്കിൽ സഭയെ പ്രക്ഷുബ്ധമാക്കാനുള്ളൊരു വിഷയം എന്ന നിലയ്ക്ക് മാത്രം പ്രതിപക്ഷം കൊണ്ടുവരികയായിരുന്നു. എന്നാൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ സർക്കാർ, ഭരണപക്ഷം പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ഭരണപക്ഷം പ്രതിപക്ഷത്തോട് ചോദിക്കുന്ന നിലയുണ്ടായിരുന്നു. ഈ വിഷയം, ശബരിമലയിലെ സ്വർണ്ണ മോഷണം എന്നുള്ളത് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. ശരിയായ നിലയിൽ നടക്കുന്ന അന്വേഷണം എന്ന് അന്വേഷണ പുരോഗതി വിവിധ ഘട്ടങ്ങളിൽ വിലയിരുത്തിയ ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ കേസിൽ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇതിലെ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അവർക്ക് പല തവണയായി കോടതിയിൽ നിന്ന് ജാമ്യം ഹർജിയുമൊക്കെയായി കോടതിയിലേക്ക് പ്രതികൾ പോയെങ്കിലും കോടതികളത് നിഷേധിക്കുന്നു. ഇന്ന് പോലും എൻ വാസുവിൻ്റെ ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളി. SITയുടെ അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഹൈക്കോടതി ശരിവെച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പോകുന്നൊരു ഘട്ടത്തിലാണ് ആ അന്വേഷണത്തെ ആക്ഷേപിക്കാൻ കഴിയാത്ത പ്രതിപക്ഷം. പക്ഷേ ഇതിനെ ഒരു രാഷ്ട്രീയ വിവാദ വിഷയം എന്നുള്ള നിലയ്ക്ക്
നിലനിർത്തുക എന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ സമര പരിപാടികളും ഒക്കെയായിട്ട് തെരുവിലിറങ്ങി പോലീസിന് നേരെ കല്ലേറും നടത്തി ഇപ്പോൾ ഈ സമരം തിരുവനന്തപുരത്ത് നടത്തുന്നതാണ് കാണുന്നത്. പക്ഷേ പോലീസ് പതിവ് പോലെ തന്നെ ജലപീരങ്കി പ്രയോഗിച്ച് സമരത്തെ നിർവീര്യമാക്കുന്ന കാഴ്ചയുമുണ്ട്. അവിടെ മുദ്രാവാക്യം വിളികളുമൊക്കെയായി കുറച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനെ കൂടി നിൽപ്പുണ്ട്. പക്ഷേ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് ആ സമരത്തെ നേരിട്ട് ബാരിക്കേഡും വെച്ച് സമരത്തെ നേരിട്ട് നോക്കുകയാണ്.